ഹലോ മൈ ഡിയേഴ്സ്, ഇങ്ങനെ കുറേ ഇങ്ങനത്തെ എസ്തെറ്റിക് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ക്ലേ വെച്ചിപ്പോൾ ട്രെൻഡിങ്ങിലാണല്ലേ. നമുക്കും ഉണ്ടാക്കാതെ ഒരു ക്ലേ വെച്ചൊരു ഫ്ലവർ. ഈ ക്ലേ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ക്ലേ ആണ് കേട്ടോ. ക്ലേ വെച്ച് ഇനി എന്തൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി എൻ്റെ പേര് ഫർഹ എന്നാണ്, നിങ്ങളുടെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യടാ. നമ്മൾ നമ്മുടെ ക്ലേയിലേക്ക് വരാം. നമ്മളങ്ങനെ ഇത് കുറച്ച് എമൗണ്ട് ഓഫ് ക്ലേ എടുത്തിട്ട് ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാനാണ്. ഇപ്പോൾ 7 ബോൾസ് ആണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. ലൈക്കും ഷെയറൊക്കെ അങ്ങോട്ട് ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. വീഡിയോ കാണുന്ന പോലെ തന്നെ ഇതേപോലത്തെ എല്ലാ ബോൾസും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. സെൻറ്ററിൽ ഒരു ബിഗ് ബോളും ബാക്കി 7 ബോൾസ് ഇങ്ങനെ സൈഡിലായിട്ട് വെച്ചിട്ട് ഇതങ്ങോട്ട് വെള്ളം വെച്ചൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ അത് മേളിൽ ഇതാവാൻ വേണ്ടി വെള്ളം വെച്ചൊന്ന് നമുക്ക് ഷേപ്പൊക്കെ ചെയ്ത് എടുക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ക്ലേയിൽ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സൈഡൊക്കെ നല്ല രീതിക്ക് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ബാക്കിലും ഇതേപോലെ തന്നെ വെള്ളം വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് സൈഡൊക്കെ വെള്ളം വെച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി വെള്ളം ആ ക്ലേയിലിട്ടിട്ട് ആ ഗ്യാപ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഗ്യാപ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ ക്ലേയും വെള്ളവും കൂടി ചേർത്തിട്ടാണ് അതിൻ്റെ ഇടയിലൊക്കെ തേച്ച് കൊടുത്തത്. അതാകുമ്പോൾ അത് ഫിറ്റായി ഇരുന്നോളൂ. എവിടെയെങ്കിലും നിങ്ങൾക്ക് തിന്നായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ ക്ലേയും വെള്ളവും കൂടി കുറച്ചും കൂടി മിക്സ് ചെയ്തിട്ട് അതവിടെ ഒട്ടിച്ച് വെക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാൻ വെള്ളം വെച്ചിട്ട് നല്ല രീതിക്ക് ഷേപ്പ് ചെയ്ത് കുറച്ച് ക്ലേക്ക് എക്സ്ട്രാ അവിടെ ഞാൻ തേച്ച് വെച്ചിട്ട് പിന്നെ ഒരു ബാക്കി വന്ന ക്ലേ ഞാൻ സെൻറ്ററിലെടുത്ത് ഒരു സർക്കിൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സർക്കിൾ പോലെ ആക്കി വെച്ചിട്ട് റൗണ്ട് ആക്കിയിട്ട് നടുക്ക് സെൻറ്ററിൽ ഞാൻ ഒട്ടിച്ച് കൊടുത്തു. കണ്ടോ ഗൈസ്, ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് അല്ല, ഇനി ഇത് പെയിൻറ് അടിച്ചിട്ട് നമുക്ക് പാർട്ട് 2 ആയിട്ട് പെയിൻറ് അടിക്കുന്നത് ഇതാട്ടോ. ഇനി ഇതേപോലത്തെ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ബൈ.